ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഒരു പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ അരിമ്പാറ വാട്സ് എന്ന് പറയും. അരിമ്പാറ ഒരുവിധം ആളുകൾ അരിമ്പാറകളെ കൊണ്ട് ശല്യമായിട്ടിരിക്കുന്നുണ്ട്. എന്തപ്പാ ഇത് വരാനുള്ള കാരണം? അങ്ങനെയൊക്കെയാണ് ഇതിന് ചിന്തിക്കുന്നത്. ഈ വൈറസ് ഒന്നാമത്തത് ഈ അരിമ്പാറ ഉണ്ടാവാൻ കാരണം നമ്മുടെ കോശങ്ങളിൽ ഈ വൈറസ് വളർച്ച അധികമാവും. നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിലെ കോശങ്ങൾ വളർച്ച കുറച്ച് അധികമാവും. ആ അധികമായ ഈ സാധനം എന്ത് വരും? നമ്മൊരു കുമിള പോലെ അതിലൊരു ഒരു 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 തള്ളിച്ച നമ്മുടെ സ്കിന്നിൽ കാണും. ആ സ്കിന്നിൽ അങ്ങനെ ആ തള്ളിച്ച കാണുന്നതാണ് അരിമ്പാറ. ഈ അരിമ്പാറയിലുണ്ടാകുന്ന വൈറസാണ് HPV എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് ഈ വൈറസിൻ്റെ പേര്. ഇത് പല കാരണങ്ങളാൽ പകർച്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിൽ നിന്ന് നമുക്ക് തന്നെ ഈ അരിമ്പാറ പകരും. അത് നമ്മളിൽ തന്നെ നമ്മൾ ഒന്ന് ചൊറിച്ചലോ സ്കിന്നിൽ ചെറിയ പൊട്ടലുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ചൊറിഞ്ഞ് മറ്റേ സ്ഥലത്തേക്ക് മാറി ചൊറിയുമ്പോൾ ഈ സാധനം വളരാൻ സാധ്യതയുണ്ട്. നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് പകരാനും ഇത് ചാൻസ് ഉള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇയാൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റേ ആൾ ഉപയോഗിക്കുക. ഷൂ, കോമ്പ്, അതുപോലെ തന്നെ നഖംപെട്ടി, പിന്നെന്താ തോർത്തുകൾ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ വൈറസ് നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പറിച്ച് കളയാൻ ശ്രമിക്കുക. അതായത് നമ്മളിത് പറിച്ച് കളയാൻ ശ്രമിക്കും, എന്നാൽ ഇത് മുഴുവൻ പോകുന്നില്ല, കുറച്ചവിടെ നിൽക്കും. അപ്പോൾ എന്താണ്ടാവുക? ഈ ബ്ലഡ് അടുത്ത സ്ഥലത്തേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് കൊണ്ട് ഈ വൈറസ് പകരും. അതുപോലെ മുറിവുകൾ വഴി പകരും. പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് ഈ വൈറസ് HPV എന്ന വൈറസ് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഈ വാട്സ് അല്ലെങ്കിൽ അരിമ്പാറ പകരും. അതായത് ഈ എന്താ പറയുക, HIV എയ്ഡ്സ് പോലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് പകരാനുള്ള ഒരു ചാൻസ് ഈ വൈറസിൽ കൂടുതലാണ്. പിന്നെ മറ്റൊരാളിൽ നിന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഇത് പകരും. അതുപോലെ തന്നെ സ്വയം പകരും. അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ട് ഇത് പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ് ഇതിൽ ചുരുക്കി പറയാനുള്ളത്. ഈ വൈറസ് നമ്മളെ തന്നെ കാണാൻ നമുക്ക് തന്നെ ഒരു വൈരൂപ്യം തോന്നും. ചില സ്ഥലങ്ങളിൽ ഇത് അധികമായിട്ട് മുഖത്ത്, കൈകളിൽ, കാലുകളിൽ, പുറംതൊലിയിൽ, പുറത്ത്, ഈ പെരടിയുടെ ബാക്ക് ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത്, തലയിൽ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇതിങ്ങനെ വരാനും ഇതിനൊക്കെ വളരെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈറസ് ഉള്ളവർ, അതെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അരിമ്പാറ ഉള്ളവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് അത് റിമൂവ് ചെയ്യാനുള്ള വഴി നമ്മൾ കാണേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ശരീരം മൊത്തം ഇതിങ്ങനെ പല വലിപ്പത്തിലാണ് ഈ അരിമ്പാറ ഉണ്ടാവുക. പല വലിപ്പത്തിൽ നല്ലോണം മുഴുത്ത് കായ പോലെ വന്ന് നിൽക്കുന്നതും, അതുപോലെ തന്നെ മണിയായിട്ട് മണൽത്തരികൾ പോലെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ വളരെയധികം ജാഗ്രതയോടെ കൈകാര്യം ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. ഒന്നുകിൽ നല്ല ഡോക്ടേഴ്സിനെ നമ്മൾ സമീപിച്ച് ഈ അരിമ്പാറയെ നീക്കം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല എഫിഷ്യൻസായ നല്ല ബ്യൂട്ടീഷ്യൻസ് ഉണ്ട്. അവരും ബ്യൂട്ടി പാർലറുകളിലും ഈ സംഭവം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ലിയറായി ശക്തിയായി നമ്മളിതിൽ സൂക്ഷിക്കുക. വ്യക്തിശുചിത്വം ഉണ്ടാവുക. സ്വയം തന്നെ പകരാനും ചൊറിച്ചൽ കൊണ്ട് വേറൊരു സ്ഥലത്ത് മാറാനും ഇതിനൊക്കെ നോക്കുക. ഇതിൻ്റെ ബ്ലഡ് വേറൊരു സ്ഥലത്ത് ആവാതെ നോക്കുക. ഇതെല്ലാം ഈ വൈറസ് പകരാൻ പെട്ടെന്ന് ചാൻസ് ഉള്ളത് കൊണ്ട് ഈ അരിമ്പാറ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണാതെ, നമ്മുടെ സൗന്ദര്യത്തെ ഈ അരിമ്പാറ നമുക്ക് പ്രതികൂലമായി നമുക്ക് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടുകൂടി ഈ അരിമ്പാറയെ കൈകാര്യം ചെയ്യണമെന്ന് ആണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത്, അറിയിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടീഷ്യനെയോ നല്ലൊരു സ്കിൻ ഡോക്ടറെയോ കണ്ട് ഈ അരിമ്പാറകൾ റിമൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നത്. ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.